ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം ഒരു മിഥ്യയാണോ? കന്യകാ ജനനത്തെ സാധൂകരിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിളിലെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള വിഷയങ്ങൾ അവഗണിക്കുന്നത് ശരിയല്ല. അത് ആഴമായി ചിന്തിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് സർവശക്തനായ നമ്മുടെ ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തിയ ദൈവം മനുഷ്യ സഹായമില്ലാതെ തന്നെ തൻ്റെ പദ്ധതികളെല്ലാം നിവർത്തിപ്പാൻ കഴിവുള്ളവനാകുന്നു. എങ്കിലും തൻ്റെ പദ്ധതികളിൽ മനുഷ്യർക്ക് ദൈവം നൽകുന്ന പങ്കാളിത്തം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ദൈവത്തെ ഒഴിച്ചു നിർത്തിയുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ നിഷ്ഫലത നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നത്ര എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. സ്നേഹവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ സന്മനസ്സുള്ളവൻ തന്നെയാണ്. എന്നാൽ ദൈവം സ്നേഹം മാത്രമല്ല, വിശുദ്ധിയും കൂടിയാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പ്രമാണങ്ങൾ വിട്ടാരെയും അനുഗ്രഹിക്കുന്നില്ല എന്നത്രേ. ജീവിതത്തിൽ അനുസരണക്കേടുകൾ ഇരിക്കെ ദൈവാനുഗ്രഹം പ്രാപിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ആ കാര്യത്തിൽ ആർക്കും ദൈവത്തെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് അബ്രഹാമിനും സാറായിക്കും ഒരു മകൻ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ അവർ വരുത്തിയ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതാ 21-ാം അധ്യായത്തിൽ അവർ നാളുകളായി കാത്തിരുന്ന അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നു. ഇസഹാക്ക് ജനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇസഹാക്കിൻ്റെ ജനനവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും തമ്മിൽ വളരെയേറെ സാമ്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് മനുഷ്യവർഗത്തോടൊരു വലിയ ആത്മീയ സത്യം വിളിച്ചറിയിക്കുവാനാണ് ഇസഹാക്കിൻ്റെ ജനനത്തിൻ്റെ വിവരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത അതേ സമയത്താണ് ഇസഹാക്ക് ജനിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. പൗലോസ് പറഞ്ഞു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കൃത്യമായിട്ടാണ് പൗലോസ് അത് പറയുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അവിടെ കാണുന്നത്, സാറ അബ്രഹാമിനെ പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ ചില സത്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒന്നാമതായി, ഇസഹാക്കിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. അതായത് പ്രകൃതിക്ക് അപ്പുറമായിട്ട് നടന്ന ഒരു സംഭവം, സ്വതവേ നടക്കാത്തൊരു സംഭവം. റോമാലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അബ്രഹാമിനെക്കുറിച്ച് എഴുതുന്നത്,
തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും എന്നത്രേ. അതായത് മരണത്തിൽ നിന്നും ദൈവം ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഒരു അത്ഭുതകരമായ ജനനം തന്നെയാണ്. ഇനി ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ അതിമഹത്തായ അത്ഭുതത്തിന് മുമ്പ് തന്നെ അതിനോട് സമമായൊരു സംഭവം ഇതാ ഇസഹാക്കിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ദൈവം മനുഷ്യരെ തയ്യാറാക്കുകയായിരുന്നു. അതിൻ്റെ നിഴലെന്ന വണ്ണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസഹാക്കിൻ്റെ ജനനം ഒരു അത്ഭുത ജനനമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ സംഭവത്തിന് മുമ്പ് ദൈവം അബ്രഹാമിനോടും സാറായോടും ഇടപെടുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൂടാതെ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയില്ലെന്ന് അവർ ഗ്രഹിക്കണമായിരുന്നു. അബ്രഹാം 100 വയസ്സുള്ളവനും സാറ 90 വയസ്സുള്ളവളുമായിരുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ച് അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക മാത്രമായിരുന്നു അവരുടെ മുൻപിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. അബ്രഹാമിനും സാറായിക്കും ഇസഹാക്കിന് ലഭിച്ചത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ വളരെയേറെ പ്രശ്നങ്ങൾക്കും ഇസഹാക്കിൻ്റെ ജനനം കാരണമായി. ഹാഗാറിൻ്റെ മകനായ ഇസ്മായേൽ പരിഹാസിയായി തീർന്നത് നാം ഇവിടെ കാണുന്നു. തുടർന്നങ്ങോട്ട് നാം ഇസ്മായേലിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണുവാൻ പോകുകയാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇസഹാക്കിൻ്റെ ജനനം വരെ ഇസ്മായേൽ ഒരു നല്ല കുട്ടിയായിട്ടൊക്കെ തോന്നിയിരിക്കാം. എന്നാൽ ഇസഹാക്ക് ജനിച്ചപ്പോൾ മുതൽ, അവന് ലഭിക്കുന്ന പരിഗണന കണ്ടപ്പോൾ മുതൽ ഇസ്മായേൽ തൻ്റെ തനിനിറം കാണിക്കുവാൻ തുടങ്ങി. ഒരു ദൈവ പൈതലിന് 2 സ്വഭാവങ്ങളുണ്ടെന്നുള്ള വസ്തുതയുടെ ഒരു നേർചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുന്നത് വരെ നിങ്ങൾക്കൊരു പഴയ സ്വഭാവമുണ്ട്. പഴയ മനുഷ്യനെന്ന് ബൈബിൾ അതിനെ പറയുന്നു. ആ പഴയ സ്വഭാവം നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. നിങ്ങൾക്കെന്ത് ചെയ്യണമെന്ന് തോന്നുന്നുവോ അതെല്ലാം അത് ചെയ്യുന്നു. മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യുവാൻ പോയാൽ അത് മിക്കവാറും തോന്നിയവാസമായി മാറും എന്നറിയാമല്ലോ. അതത്ര നല്ല കാര്യമല്ല. എന്നാൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ സ്വഭാവം ലഭിക്കുന്നു, ഒരു പുതിയ പ്രകൃതം. നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. അങ്ങനെ ഒരു പുതിയ സ്വഭാവം ലഭിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം ആരംഭിക്കും. ഈ പുതിയ സ്വഭാവവും പഴയ സ്വഭാവവും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നത് ഞാനൊന്ന് പറയാം. പൗലോസ് പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. റോമർ 7:19. അതായത് പുതിയ സ്വഭാവം ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുവാൻ പഴയ സ്വഭാവം ചാടിയിറങ്ങുന്നു, എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. പഴയ സ്വഭാവം നിയന്ത്രണാതീതമാകുന്നു. ഏത് സ്വഭാവത്തിലാണ് നിങ്ങൾ ജീവിക്കുവാൻ പോകുന്നതെന്ന് തീരുമാനിക്കേണ്ട സമയം വരും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ഒന്നുകിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം, അല്ലെങ്കിൽ ജഡം നിയന്ത്രിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. ഒരു ദൈവവൈതലിന് മൂന്നാമതൊരു തിരഞ്ഞെടുപ്പില്ല. ഇതിൽ 2-ൽ 1 തിരഞ്ഞെടുക്കണം. ദാസിയുടെ മകനെ പുറത്താക്കണമെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അത് ദൈവകൽപ്പനയാണ്. 21-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഏത് മകൻ? ഇസ്മായേൽ. ജഡസംബന്ധമായി ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകൻ ആയിരിക്കുന്നത് പോലെ തന്നെ ഇസ്മായേലും അബ്രഹാമിൻ്റെ മകനാണ്. ഇസഹാക്ക് ജനിച്ചതേ ഉള്ളൂ.
അവനെക്കുറിച്ച് ഇപ്പോഴൊന്നും അധികം അറിയുവാൻ സാധ്യമല്ല. എന്നാൽ ഈ ഇസ്മായേലോ ചില വർഷങ്ങളായി അവൻ ആ കുടുംബത്തിൽ പാർക്കുന്നു. ആ കുടുംബത്തിൻ്റെ സന്തോഷമാണ് അവൻ. ആ കുടുംബത്തിലെ എല്ലാവരും അവനെ ലാളിച്ച് വളർത്തിയിരുന്നു. ഇസഹാക്ക് ജനിക്കുമ്പോൾ ഇസ്മായേൽ അവൻ്റെ കൗമാരപ്രായത്തിലാണ്. അബ്രഹാം അവനോട് വളരെയധികം അടുപ്പത്തിലുമാണ്. അപ്പന്മാർ അങ്ങനെയാകുന്നുവല്ലോ. അവനെ അങ്ങനെ പറഞ്ഞു വിടുക എന്നത് അബ്രഹാമിനെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മുമ്പ് പറഞ്ഞ ആ വിഷയത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. അബ്രഹാമും സാറായും കൂടി എടുത്ത ആ തീരുമാനം ദൈവം അംഗീകരിച്ചില്ല. അതായത് ഹാഗാറിലൂടെ അബ്രഹാമിൻ്റെ വംശം നിലനിർത്തുവാനുള്ള സാറായുടെ ആലോചന. രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നതിനായി ദൈവം ഒരുക്കുന്ന വംശത്തിൻ്റെ തലവൻ എന്ന പദവിയിലേക്ക് ഇസ്മായിലിനെ അംഗീകരിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അബ്രഹാമും സാറായും എടുത്ത ആ തീരുമാനം ദൈവഹിതത്തിന് വിരുദ്ധമായിരുന്നു. ദൈവം അതിന് അനുമതി നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, അത് സംഭവിച്ചു പോയതുകൊണ്ട് അതിനെ ഒരിക്കലും അംഗീകരിക്കുവാൻ ദൈവത്തിന് പരിപാടിയുമില്ല. അത് അബ്രഹാമിൻ്റെ ഹൃദയം തകർക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രശ്നം തീർക്കുവാൻ അവൻ ആ കുട്ടിയെ പറഞ്ഞു വിട്ടേ മതിയാകൂ. പരിഹാസിയായി കുട്ടിയുള്ളിടത്തോളം സാറായിക്ക് ആ ഭവനത്തിൽ പാർക്കുക അസാധ്യമാണ്. ഒരു ദൈവ പൈതലിന് ഈ രണ്ട് സ്വഭാവങ്ങളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധ്യമല്ല. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു എന്ന്. ഇന്ന് അനേകം ക്രിസ്തു വിശ്വാസികളിലെ അസ്ഥിരതയ്ക്കും അരക്ഷിതത്വത്തിനും കാരണം ഇതാണ്. ലോകത്തോടൊപ്പം അവർക്ക് നീങ്ങണം, ലോക വ്യവസ്ഥിതിയോടൊപ്പം അവർക്ക് നീങ്ങണം. എന്നാൽ അതേസമയം തന്നെ ദൈവത്തോടൊപ്പം നിൽക്കുകയും വേണം. അതൊരിക്കലും സാധ്യമല്ല. കാരണം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് കുതിരകളെ ഒരുപോലെ നിർത്തിയുള്ള ഒരു മത്സരം ഗ്രീക്കുകാർക്കിടയിലുണ്ടായിരുന്നു. മത്സരക്കാർ ഒരു കാൽ ഒരു കുതിരയുടെ പുറത്തും മറ്റേ കുതിരയുടെ പുറത്തും വയ്ക്കും. അങ്ങനെ ഓടുവാൻ അതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുതിരകളാണ്. അങ്ങനെ ഒരാൾ ഒരു കാൽ ഒരു കുതിരയുടെ പുറത്തും അയാളുടെ മറ്റേ കുതിരയുടെ പുറത്തും വെച്ചിട്ട് ഓട്ടം ആരംഭിക്കും. ഈ കുതിരകൾ രണ്ടും ഒരേ ദിശയിലേക്ക് ഒരേ വേഗത്തിൽ പോകുന്നത്രയും സമയം മത്സരം മഹാരസമാണ്. അല്ലാതെ വന്നാലത്തെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നിങ്ങൾക്കും എനിക്കും രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു കറുത്ത കുതിരയും മറ്റേത് വെളുത്ത കുതിരയും. അവ രണ്ടും ഒരേ വേഗത്തിൽ ഒരേ ദിശയിലേക്ക് പോയാൽ നല്ലതാണ്. എന്നാൽ അവ ഒരിക്കലും ഒരുമിച്ച് പോകുകയില്ല എന്നതാണ് വാസ്തവം. വെള്ളക്കുതിര ഒരു വഴിക്ക് പോകും, കറുത്ത കുതിര മറ്റൊരു വഴിക്ക് പോകും. അതുകൊണ്ട് നാം ഏത് കുതിരയിലാണ് ഇരിക്കുവാൻ പോകുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. നാം പഴയ സ്വഭാവത്തിൽ തുടരുന്നുവോ, അതോ രൂപാന്തരപ്പെട്ട് പുതിയതിൽ യാത്ര ചെയ്യുവാൻ നാം തീരുമാനിക്കുന്നുവോ? ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്, ജഡത്തിൻ്റെ ബലഹീനതയിൽ ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇപ്പോൾ സാധിക്കുമെന്നത്രേ. മനുഷ്യൻ്റെ പഴയ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ ന്യായപ്രമാണം ശ്രമിച്ചു പരാജയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ സ്വഭാവത്തെ ശക്തീകരിച്ച് ന്യായപ്രമാണത്തിന് ഒരിക്കലും സാധിക്കാതിരുന്നതിനെ സാധിപ്പിക്കും. ഹാഗാറിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ സ്വഭാവം വെളിപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇസ്ഹാക്കിൻ്റെ ജനനത്തിങ്കൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒരു മുൻകുറിയാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കന്യകയിൽ നിന്നുള്ള ജനനം പെട്ടെന്ന് ദൈവം മനുഷ്യവർഗത്തിൽ കൊണ്ടുവന്നതല്ല. അതിനു മുമ്പ് പല അത്ഭുത ജനനങ്ങൾ ദൈവം അനുവദിക്കുന്നതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, ശിംശോൻ്റെ ജനനം, ഇവിടെ ഇതാ
ഇസഹാക്കിൻ്റെ ജനനം, ഇതൊക്കെ കന്യകയിൽ നിന്നുള്ള ജനനങ്ങൾ ആയിരുന്നെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ അസാധ്യമായ സാഹചര്യങ്ങളിലെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അവ ഓരോന്നും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ഇസഹാക്കിൻ്റെ ജനനവും തമ്മിലുള്ള ശ്രദ്ധേയമായ സാമ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് നമ്മുടെ പഠനത്തിന് വളരെ സഹായിക്കും എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായി, ഇസഹാക്കിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ ജനനവും നേരത്തെ വാഗ്ദത്തം ചെയ്തതായിരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് കൽദേരുടെ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞതാണ്, ഞാൻ നിനക്കും സാറായിക്കും ഒരു മകനെ നൽകുവാൻ പോകുന്നു എന്ന്. ഇപ്പോൾ ഇതാ 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റിയിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജാതിയോട് പറഞ്ഞു, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. യേശു കർത്താവ് ബേത്ലഹേമിൽ കന്യകയുടെ മകനായി ജനിച്ചപ്പോൾ അത് പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. 2 ജനനങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്തതായിരുന്നു. രണ്ടാമതായി, വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ 2 ജനനങ്ങളും സംഭവിക്കുന്നത്. ഇസഹാക്കിൻ്റെ ജനനത്തിനും വാഗ്ദത്തത്തിനും മധ്യേ 25 വർഷത്തെ ഇടവേളയാണ് നാം കാണുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന വാഗ്ദത്തം ലഭിച്ച അനേകം തലമുറകൾ കഴിഞ്ഞാണ് ആ വാഗ്ദത്തം നിറവേറിയത്. ഉദാഹരണത്തിന്, ദാവീദിൻ്റെ വംശത്തിൽ ക്രിസ്തു വന്നു പിറക്കുമെന്ന് ദൈവം അരുളി ചെയ്ത് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ചത്. ഇനി മൂന്നാമത്തെ സാമ്യം, സാറായിക്കും മറിയയ്ക്കും തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ അവരുടെ സാഹചര്യം വാഗ്ദത്ത നിവർത്തിക്ക് പ്രതികൂലവും അസാധ്യവും അവിശ്വസനീയവുമായിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ച് ഇസ്ഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച ആ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സോദോമിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ ദൂതന്മാർ. അവർ ആ വാഗ്ദാനം നൽകിയ ആ സമയത്ത് അസാധ്യമായി തന്നെ തോന്നുമായിരുന്നു. സാറ തന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊരിക്കലും സാധിക്കില്ല, ഇത് വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ്. അതുപോകട്ടെ, കന്യകാജനനത്തെക്കുറിച്ച് ആദ്യം സംശയം ഉന്നയിച്ചത് ആരാണെന്നറിയാമോ? മറ്റാരുമായിരുന്നില്ല, അത് മറിയ തന്നെയായിരുന്നു. ദൂതൻ ആ വാർത്ത വന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:34. അവൾ തന്നെയാണ് ആദ്യം സംശയിച്ചത്. ഇനി നാലാമത്തെ സാമ്യം, ഇസഹാക്കും യേശുവും തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ പേർ ലഭിച്ചവരായിരുന്നു. 2 പേർക്കും നേരത്തെ പേര് കിട്ടിയിരുന്നു. ഇനി അഞ്ചാമത്തെ സാമ്യം, 2 ജനനങ്ങളും ദൈവം നിയോഗിച്ച സമയത്താണ് നടന്നത്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു എന്ന്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ പൗലോസ് എഴുതിയതെന്നാൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്നാണ്. ആറാമത്തെ സാമ്യം, ഈ 2 ജനനങ്ങളും പൂർണ്ണമായി ദൈവത്തിൻ്റെ അത്ഭുതത്താൽ സംഭവിച്ചവയാണ്. ഇസഹാക്കിൻ്റെ ജനനം ഒരത്ഭുതമായിരുന്നു, യേശുവിൻ്റെ ജനനവും ഒരത്ഭുതമായിരുന്നു. ഒരു മനുഷ്യനും അതിൽ ഒരു പങ്കും ഇല്ലായിരുന്നു എന്ന് ചുരുക്കം. ഏഴാമത്തെ സാമ്യം, 2 മക്കളും ഇസഹാക്കും യേശുവും അവരവരുടെ പിതാക്കന്മാർക്ക് പ്രത്യേക സന്തോഷം പകർന്നവർ ആയിരുന്നു. നാം വായിക്കുന്നത്, സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു എന്നത്രേ. ഇസഹാക്ക് എന്നാൽ ചിരി എന്നാകുന്നു അർത്ഥം. പണ്ട് ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് യഹോവ അരുളി ചെയ്തപ്പോഴും അബ്രഹാം ചിരിച്ചതാണ്. ഇസഹാക്കിൻ്റെ ജനനം അബ്രഹാമിന് എന്തുമാത്രം സന്തോഷം നൽകി എന്നോർക്കണം. യേശു കർത്താവിനെ സംബന്ധിച്ച് നാം വായിക്കുന്നത്, പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും ഇപ്രകാരം സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. 2 മക്കളും പിതാക്കന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു. എട്ടാമത്തെ സാമ്യം, 2 മക്കളും മരണം വരെ തങ്ങളുടെ പിതാക്കന്മാരോട് അനുസരണമുള്ളവരായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് ഇസഹാക്കിനെ അവൻ്റെ പിതാവ് യാഗമായി അർപ്പിക്കുവാൻ മോരിയ മലയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ്. അന്ന് അവൻ 8-10 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നില്ല. ആ സംഭവം നടക്കുമ്പോൾ ഇസഹാക്കിന് ഏറ്റവും കുറഞ്ഞത് 33 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന്
ഞാൻ കണക്ക് കൂട്ടുകയാണ്. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. മരണം വരെയും അവൻ തൻ്റെ പിതാവിനോട് അനുസരണമുള്ളവൻ തന്നെയായിരുന്നു. അത് ഇസഹാക്കിൻ്റെ കാര്യത്തിൽ സത്യമായിരുന്നു. കർത്താവായ യേശുവോ, യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞത് അതുപോലെ വാസ്തവമായിരുന്നു. ഇസഹാക്കിൻ്റെ ജനനവും ജീവിതവും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മഹത്തായ ഒരു നിഴലാണ്. ഒടുവിലായി ഇസഹാക്കിൻ്റെ അത്ഭുതകരമായ ജനനം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു നിഴലാണ് എന്ന് നാം കാണുന്നു. റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. മരണത്തിൽ നിന്നും ജീവൻ വന്നു എന്നതാണ് പുനരുത്ഥാനം. റോമാലേഖനം 4:25 അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസഹാക്കിൽ ക്രിസ്തുവിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. തുടർന്ന് നാം കാണുന്നത് ദൈവം കൃപയോടെ അബ്രഹാമിനോടും ഹാഗാറിനോടും അവളുടെ മകൻ ഇസ്മായിലിനോടും ഇടപെടുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. താൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത മകനായി ഇസ്മായേലിനെ അംഗീകരിക്കുവാൻ ദൈവം തയ്യാറല്ല എന്ന് വീണ്ടും ഈ വാക്യത്തിൽ വ്യക്തമാക്കും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിൻ്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. ദൈവം നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ജാതികൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടും എന്ന്. ഇതാ ഇവിടെ അവൻ പറയുന്നു, ഈ കുട്ടിയിൽ നിന്നും, അതായത് ഇസ്മായിലിൽ നിന്നും ഒരു വലിയ ജാതി പുറപ്പെടുമെന്ന്, ഒരു വലിയ രാഷ്ട്രം ഉണ്ടാകുമെന്ന്. ഹാഗാറിനെ അബ്രഹാം പറഞ്ഞു വിടുന്നതും അവൾ ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്നതുമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21:14 മുതൽ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞു. എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു. ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രയീം ദേശത്തു നിന്ന് അവന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു. സകല ആശകളും നഷ്ടപ്പെട്ട ഹാഗാറിനെ തേടി ഇതാ യഹോവ വന്നിരിക്കുന്നു. ഹാഗാറിനോട് ദൈവം ചോദിക്കുന്നു, ഹാഗാറേ, നിൻ്റെ വേദന എന്ത്? ഏതവസ്ഥയിലാണെങ്കിലും വേദനിക്കുന്ന ഒരു വ്യക്തിയെ തേടിയെത്തുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹാഗാർ ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ എവിടെയാണെന്നും എങ്ങോട്ട് പോകണമെന്നും അവൾക്ക് തന്നെ ഒരു പിടിയുമില്ലായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നാം അങ്ങനെ എത്തിപ്പെടാറുണ്ട്. എന്നാൽ ഹാഗാർ എവിടെയെന്ന് ദൈവം അറിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ നിങ്ങളെ തേടി വരുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ പേർ വിളിച്ച് ആശ്വസിപ്പിക്കുന്നവനാണ്. നിങ്ങളുടെ പ്രശ്നം അവനോട് തുറന്നു പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വേദന എന്ത്? ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത, നിങ്ങളെ നിരന്തരം അസഹ്യപ്പെടുത്തുന്ന ആ വേദനയുണ്ടല്ലോ, ദൈവസന്നിധിയിൽ ചെന്ന് അവനോട് തുറന്നു പറയുക. അവിടുന്ന് സഖിയായി കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല, പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുവാനായി
ഹാഗാറിൻ്റെ കണ്ണ് തുറന്നതുപോലെ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും ചെയ്യും. പ്രശ്നത്തിൻ്റെ പരിഹാരം അവിടെ തന്നെയുണ്ട്. കാണുവാൻ കണ്ണ് തുറന്നു കിട്ടണം. ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരൂ. അവനോട് ഹൃദയവേദനകൾ പങ്കിടൂ. അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കൂ. ദൈവം നിങ്ങളെ അതിനായി ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും അവിശ്വസ്തതകളും കണക്കിടാതെ അതിൽ നിന്നവനെ കരകയറുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത വളരെ വലിയതാകും. മനുഷ്യൻ്റെ നിസ്സഹായതയിൽ അവനെ കൈവിടാത്ത ദൈവം പുതിയ പുതിയ പാഠങ്ങളാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവിടെ അരുളി ചെയ്തിരിക്കുന്നു.